നമുക്കറിയാമല്ലോ 10ാമത്തെ വർഷത്തിലേക്ക് ഗവൺമെൻറ് കടന്നിരിക്കുക. കഴിഞ്ഞ 9 വർഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷം കേരളത്തെ മുഴുവൻ ദുരിതത്തിലാക്കിയ ഒരു സർക്കാർ. രൂക്ഷമായ വിലക്കയറ്റമാണ് കേരളത്തിൽ. 2 ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുന്നത്. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം, കസ്റ്റഡി മർദ്ദനം കഴിഞ്ഞ് കേരളം മുഴുവൻ ഒരുപാട് റിപ്പോർട്ടുകൾ വരും. ഏറ്റവും അവസാനം വന്നത് DYFI നേതാവ് സ്വന്തം പാർട്ടിക്കാരുടെ അഴിമതി പുറത്തു പറയുമെന്ന് കണ്ടപ്പോൾ അവരുടെ നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി 2 മണിക്കൂറിനുള്ളിൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് അയാളെ മൃതപ്രായനാക്കി. 4 മാസം കൊണ്ട് ഇയാൾ ഈ മർദ്ദനമേറ്റും മരിച്ചു. കുടുംബം പരാതി കൊടുത്തിരിക്കുക. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് എനിക്ക് രാവിലെ വിവരം കിട്ടിയത് പരാതിയുമായിട്ട് പോയ അയാളുടെ വിരൽ പോലീസ് ഒടിച്ചത്. കഴിഞ്ഞ ദിവസം തലയിൽ KSU നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് തീവ്രവാദികളെ കൊണ്ടുവരുന്ന പോലെ വിലങ്ങ് വെച്ച് തലയിൽ. അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് സേനയായി കേരളത്തിലെ പോലീസ് സേനയെ അത്തപ്പതിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോകാൻ ആളുകൾക്ക് പേടിയാണ്. പോലീസ് ജനങ്ങളുടെ കൂടെയല്ല, ക്രിമിനലുകളുടെ കൂടെയാണ്. TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളെ 5 സ്റ്റാർ കൊണ്ടുപോയി. അവിടെ നിന്ന് മദ്യവും ഭക്ഷണവും മേടിച്ചു കൊടുത്തു. KSU നേതാക്കന്മാരെ, വിദ്യാർത്ഥി സമരം ചെയ്തവരെ തലയിൽ മുണ്ടിട്ട് തീവ്രവാദികളെ പോലെ വിലങ്ങണിയിച്ചു കൊണ്ടുവരിക. ഇതാണ് കേരളത്തിലെ പോലീസ്. ആരോഗ്യ കേരളം തകർത്തു തരിപ്പണമായി. ഇപ്പം മസ്തിഷ്ക ജ്വരം എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു ബോധവും ആരോഗ്യ വകുപ്പിനില്ല. ആകാശത്തേക്ക് നോക്കി നിൽക്കുക. പ്രതിരോധ നടപടിയില്ല, രോഗലക്ഷണങ്ങൾ പറയുന്നില്ല, ബോധവൽക്കരണ പരിപാടിയില്ല. മസ്തിഷ്ക ജ്വരം വന്നോ, മരിച്ചോ, ഓക്കെ, നിങ്ങൾക്കുള്ള. മലയോര ജനത കഷ്ടപ്പാടിലാണ്. വന്യമൃഗ ആക്രമണം, 100 കണക്കിന് ആളുകളാണ് ആക്രമണത്തിൽ എല്ലാം നഷ്ടപ്പെടുന്ന ആളുകൾ. തീരദേശത്ത് പ്രശ്നങ്ങളാണ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഇടയിൽ പ്രശ്നമാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർത്തു തരിപ്പണമാക്കി, ഖജനാവ് കാലിയാക്കി. ഒന്നുമില്ല, കോടാനുകോടി രൂപയുടെ കടബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിട്ട ഒരു മുടിഞ്ഞ സർക്കാരായി ഇത് മാറിയിരിക്കുന്നു. എന്നിട്ട് ഈ വലിയ തോൽവി ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. അതിൻ്റെ വിഭ്രാന്തിയിൽ നിന്നാണ് പുതിയ അയ്യപ്പ സംഗമം, ന്യൂനപക്ഷ സംഗമം തുടങ്ങിയ തരികിട പരിപാടികളൊക്കെ ആയിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരുന്നത്. അപ്പം ഞങ്ങളുടെ ജോലി എന്താ? ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ അഭിഭാഷകരാണ്. ഞങ്ങൾ നിയമസഭയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവരെ വിചാരണ ചെയ്യും.